റോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി ഒരു 2 സ്പൂണ്, കുരുമുളക് പൊടി ഒരു കുഞ്ഞു സ്പൂണിന് 1 സ്പൂണ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഗരം മസാലയും മീറ്റ് മസാലയും കൂടി പൊടിച്ചതാണ്. ഒരു 1/4 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. കായപ്പൊടി ഒരു 1/4 സ്പൂണ്, ഉപ്പ്. ഇത് ഞാൻ കഴുകി ഉണങ്ങിയ കപ്പലണ്ടിയാണ് ഇത്. അതുകൊണ്ട് ഇതിൻ്റെ അഴുക്കെല്ലാം പോയതാണ്. വെള്ളം ഒരു ശകലമായിട്ട് ഒഴിച്ചു കൊടുക്കണം. കൈ കൊണ്ടാണ് ഇളക്കുന്നത്. ഒരു ഡപ്പ അരിപ്പൊടിയാണിത്. 1 ഡപ്പ കടലമാവാണിത്. ഒരു 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞു സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി, കായപ്പൊടി 1/4 സ്പൂണ്, മഞ്ഞൾ പൊടി 1/4 സ്പൂണ്, ഗരം മസാല മീറ്റ് മസാലയും കൂടാണ് 1 സ്പൂണ്, ഒരു 1/4 സ്പൂൺ ഉപ്പ്, കറിവേപ്പില. ഇളക്കി ഇതെല്ലാം കൂടി യോജിപ്പിക്കാം. കടകളിൽ നിന്ന് കിട്ടുന്ന കപ്പലണ്ടി റോസ്റ്റ് പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ വെള്ളം ശകലിച്ച വെള്ളം കുടഞ്ഞു കൊടുക്കുക. കപ്പലണ്ടി എല്ലാം ഇളക്കി ശരിയാക്കി വെച്ചു. 10 മിനിറ്റ് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിലേക്ക് ഓയിൽ പകരുവാണ്. നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. എണ്ണ ചൂടായില്ല. എണ്ണ ചൂടായി. കപ്പലണ്ടി ഇടുവാണ്. കപ്പലണ്ടി റോസ്റ്റ് മൂത്ത് കോരുവാണ്. കപ്പലണ്ടി എല്ലാം കപ്പലണ്ടി വറുത്ത് കോരിയെടുത്ത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, 1 കട്ട വെളുത്തുള്ളിയാണ് ചതച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കരിയാപ്പിലയും വെളുത്തുള്ളി മൂത്തല്ല പോലെ കോരി എടുക്കുകയാണ്. കപ്പലണ്ടി വറുത്ത് കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് വെളുത്തുള്ളി കരിയാപ്പിലയും കൂടാണിത്
വഴുത്തി ചേർത്തതാണ്. കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് അതിനകത്ത് റോസ്റ്റ് ചെയ്ത് കോരി വെച്ചേക്കുന്നതാണ്. ആ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു. ഇത് നല്ലപോലെ നല്ല മുരിഞ്ഞ് എനിക്ക് പല്ലില്ലാത്തോട്ട് കട്ടിയാണ്. പിള്ളേരെല്ലാം കട്ടി തിന്നിട്ട് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. നല്ലപോലെ മുരിഞ്ഞു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മുരുമുരുപ്പ്